ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ജനയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സുബിൻ ELT എന്ന് പറഞ്ഞൊരു ചാനൽ. ആ ചാനലിൽ വന്നിട്ടുള്ള മമ്മൂക്കയുടെ ദ കിങ് എന്ന് പറഞ്ഞ സിനിമയിലെ ഡയലോഗുകൾ മാത്രം അണിനിരത്തി ഒരു വമ്പൻ സാധനം 6 മിനിറ്റിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് സെഷൻ ചെയ്ത് വന്നിട്ടുള്ളതാണ് മമ്മൂക്കയുടെ ഡയലോഗ് മാഷപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അതും ദ കിങ് ആണ് ഏറ്റവും കൂടുതൽ സെഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത്. ഡയലോഗ്സ് എന്നൊക്കെ പറഞ്ഞാൽ തീപ്പൊരി ഡയലോഗ്സുകളാണ്. നിന്നെപ്പോലുള്ള സ്നോബുകൾക്ക് അതറിയുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം, അല്ലെ, സെൻസിബിലിറ്റി ഉണ്ടാവണം. സോ നേരെ വീട്ടിലേക്ക് നിന്നെപ്പോലുള്ള സ്നോബുകൾക്ക് റെഡി. ഇപ്പൊ കറക്റ്റായി. റെഡി ഗോ. യൂസ് യുവർ ഹെഡ്ഫോൺ. സോറി, ഇപ്പൊ കാണാം. ഇത്ര വേഗം എങ്ങനെ കെട്ടിയെടുത്തോ? ലൈക്ക് ഹെൽ യു നോ. ഒരു തെരുവ് മുഴുവൻ നിന്ന് കത്തിച്ചാമ്പലാവുമ്പോ MP-യുടെ കൊട്ടാരത്തിൽ റൈഫിൾ പോലീസിന്റെ കാവൽ, അന്തപുരത്തിൽ തിരുവനന്തപുരം കിടക്കുന്ന പട്ടമഹിഷിക്ക് ബ്ലാക്ക് കാറ്റ് പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് കിടക്കുന്ന അമ്മായിപ്പന്റെ നെഞ്ചത്ത് സ്റ്റേറ്റ് പോലീസിന്റെ സെറമോണിയൽ പരേഡ്. അല്ലെങ്കിൽ എപ്പോഴും ഒരു എല്ല് കൂടുതലായി മിസ്റ്റർ ജോൺ വർഗീസ്. കളി ആരോടാണെന്ന് അറിയില്ല. നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. നിന്റെ ഈ വികാരമുണ്ടല്ലോ, നിയമപരമായ അധികാരമെത്തുന്ന ഈ തിളപ്പ്, ഇതിന് ശങ്കർ മറുപടി പറയുന്നത് ഈ യൂണിഫോമിന്റെ ബലം വെച്ചായിരിക്കില്ല. വരിയുടയ്ക്കപ്പെട്ടവന്റെ അടിമത്തം, അമ്മയെ ചൂണ്ടിക്കാണിച്ച് കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞാൽ അതിന് മറപ്പില്ലാത്തവന്റെ ക്ഷണത്വം. മുതണ്ടല്ലോ, ഇതിനകത്ത് ആളുകളെ പോലെ അന്തസ്സായിട്ട് മടക്കി കുത്താനും അറിയാമെങ്കിൽ ജോസഫിന്, നിനക്കതറിയില്ല. തന്റെ വലിയ അലക്സാണ്ടർ അഹങ്കാരമാണ് സീമയാക്കും. അലക്സാണ്ടറുടെ മകനായി പിറന്നു പോയൊരു മഹാസംഭവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പനാരെന്ന് ചോദിച്ചാൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു അലക്സാണ്ടർ ഉണ്ട്. ഒരൊറ്റ അലക്സാണ്ടറെ ഉള്ളൂ. ഇത് ഞാനാ, നിന്റെ അപ്പൻ, കണ്ടക്ടിംഗ് തത്ര, നിന്റെ ഫൗണ്ടർ എഡിറ്റർ. വച്ചിട്ട് പോടാ. അവന്റെ ഒരു ഉണക്ക പത്രം, MP-യുടെ പാർട്ടി, MP-യുടെ കണ്ണു കുടിക്കുന്നവരൊക്കെ പെരുവഴി ഇറങ്ങി എന്ത് തലവഴി കാണിക്കാം. അല്ലെങ്കിൽ ഷാബി സാക്ഷി കോർപ്പറേറ്റ് പത്രപ്രവർത്തനത്തിന്റെ പേരില് നിനക്ക് എന്ത് തന്തയിലായി നിങ്ങളിൽ വേണ്ടി വന്നാൽ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ റെലവന്റ് വകുപ്പുകളും. എന്താ എന്റെ നിയമപരമായ ഔദ്യോഗിക അധികാരങ്ങൾ ലംഘിച്ച് ഇവനെ ഇവിടെ രക്ഷിച്ചുകൊണ്ടുപോകാൻ ചങ്കൂറ്റുകൊണ്ടോ തനിക്ക്? നീയും വിക്രം ഗോർഖുടെയും വിലക്കെടുക്കപ്പെട്ട കൂടെ. Now you have dared to challenge both my power and my business. അല്ലേ തേവള്ളിപ്പറമ്പൻ? ജോസഫ് അലക്സ്, തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ്. ഇത് നിനക്ക് കെണിയൊരുക്കാൻ, just to hatch your trap. ില്ലെങ്കിലും നിന്നെപ്പോലുള്ളവർക്ക് വേണ്ടി കൊല്ലാനും ചാവാനും ജയില് കയറാനും മടിയില്ലാത്ത ഈ പാവം പമ്പരവിട്ടികൾ, ചോരയും നീരും കണ്ണീരും വിയർപ്പും ജീവനും വരെ നിറയിൽ തന്നാലും പിന്നെയും നീയൊക്കെ കഴുത കിടന്ന് പരസ്യമായും രഹസ്യമായും വിളിക്കുന്ന ഈ ഇരികാരികൾ ജനങ്ങൾ ഇവരുടെ ചിലവിൽ മേലിൽ ഒരാൾ എന്താണ് ഉള്ളിക്കെടുത്ത ശ്വാസം എപ്പോഴൊക്കെ വിടുന്നത് എനിക്കെന്നെ ഓർമ്മില്ല. അങ്ങനെ എക്സ്പ്രഷൻസ് ഇടാൻ വയ്യ. കാരണം എന്തായാലും ഡയലോഗിന്റെ മേലെ ഡയലോഗ്, 6 മിനിറ്റ് ഡയലോഗ്. ആളുണ്ടല്ലോ റൈറ്റർ, ആരാണ്? രഞ്ജിത്തല്ല, നമ്മുടെ മറ്റേ ആളുടെ പേരെന്താണ്? അയ്യോ, രഞ്ജിത്താണോ പേര്? മറ്റേ എഴുത്തുകാരനല്ലേ, നമ്മളെ ഈ പടങ്ങളൊക്കെ എഴുതിയ ആള്, പ്രജയൊക്കെ എഴുതി ഈ സിനിമകളൊക്കെ എഴുതിയിട്ടുള്ള മൂപ്പരാണ്. നമ്മുടെ നടനെ അഭിനയിക്കുന്ന ആള്, ടോവിന്റെ അച്ഛനായിട്ട്, അല്ല പ്രേമത്തില് നിവിൻ പോളിന്റെ അച്ഛനായിട്ട് വന്ന ആളുടെ പേരെന്താ? മസിൽ പിടിച്ചിങ്ങനെ ആളെ മനസ്സിലായോ? രഞ്ജി പണിക്കർ. അപ്പൊ രഞ്ജിത്തിലേക്ക് പോയി. രഞ്ജി പണിക്കറാണ് ആളുടെ ഡയലോഗ്സ്. പറഞ്ഞ പഴയ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഫുൾ അയാളുടെ സിനിമകളാണ്. അതിൽ ആള് കൊടുക്കുന്ന ഡയലോഗ്സ് ആണ് ഇതേമാതിരി കട്ടി സാധനങ്ങൾ. പ്രജയൊക്കെ ഫുള്ള് മുമ്പിട്ട്. ഇപ്പൊ ഡയലോഗ് മുപ്പര് സ്പോട്ടിലൊക്കെ വന്നിരുന്ന കുറേ മുപ്പരുടെ കഴിവ്. സോ ആളുടെ ചോദിക്കുന്നുണ്ട് ആരാണ് ബെസ്റ്റ് ഡയലോഗ് പറയാൻ, മമ്മൂക്കയാണോ ലാലേട്ടനാണോ സുരേഷ് ഗോപിയാണോ ചോദിക്കുന്നുണ്ട്. ആള് പറയുന്നത് എല്ലാവരും നന്നായിട്ട് ഡയലോഗ്സ് പറയും, പക്ഷെ പ്രജയിലൊക്കെ ഡയലോഗ് പറയാൻ വേണ്ടി ലാലേട്ടൻ ബുദ്ധിമുട്ടുന്നത് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നു. പ്രജയില് ലാലേട്ടനോട് പിന്നെ പ്രജയില് ആരാ?
അപ്പൊ പ്രജാപതി, ഓ സോറി, എനിക്ക് പ്രജാപതിയുടെ മൈൻഡിൽ വന്നത് അതാണ് ഞാൻ മമ്മൂട്ടിനെ ഞാൻ ആലോചിച്ചത്. സോറി. ഓക്കെ, എനിക്കിത് ശീലായി, നിങ്ങൾക്ക് ശീലായിക്കോളും. അപ്പോ പ്രജയില് ഈ ഡയലോഗ് പറയുമ്പോഴൊക്കെ ആ ക്യാരക്ടർ അതിനുണ്ട് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാവുന്നുണ്ടെന്നുള്ള രീതിയിൽ കേട്ടോ. ലാലേട്ടനെ ഒരിക്കലും കുറച്ച് പറഞ്ഞല്ല, ആളുടെ എക്സ്പീരിയൻസിൽ ആളുടെ ഡയലോഗുകൾ കൈ കുത്തിയിട്ട് പോട്ടായിരുന്നു കാലുമേ. എന്തത് എന്നിട്ട് അപ്പോ പറഞ്ഞ് വിട്ടുപോയാറല്ലേ. അപ്പൊ ആളുടെ മമ്മൂക്ക ആ ഡയലോഗ് പറയുമ്പോൾ, മമ്മൂക്കയ്ക്ക് ഡയലോഗ് കൊടുത്താൽ മമ്മൂക്ക അത് നമ്മൾ വിചാരിക്കേണ്ട എത്രയോ മുകളിൽ അങ്ങനെ ഭയങ്കര സംഭവമായിട്ട് പറയുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട് എന്ന് മൂപ്പര് പറഞ്ഞു ഒരു ഇതില്. ബാക്കി എല്ലാവരും നന്നായിട്ട് പറയുന്നത് ആദ്യം പറഞ്ഞു കേട്ടോ. അപ്പൊ അതുപോലെ സുരേഷ് ഗോപിനെ പറയുന്നുണ്ട്, സുരേഷ് ഗോപി ഡയലോഗ് പറഞ്ഞേക്കാൻ ഒരു പ്രത്യേക രസമാണെന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, SG എന്താല്ലേ പോലീസുകാരില് ഭരത് ചന്ദ്രനൊക്കെ എന്താണ്, അത് വേറെ ലെവലാ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്നൊക്കെ പറയുന്നത് മറക്കാൻ വഴി ഇപ്പോഴും ഇല്ല. അത് ഭയങ്കര സംഭവമാണ്. അപ്പൊ ഡയലോഗ് ഡെലിവറിയിൽ മമ്മൂക്ക ടോപ്പ് തന്നെയാണ്. നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്, ഏത് സ്ലാങ് പിടിച്ചിട്ടാണെങ്കിലും എന്താണെങ്കിലും. എനിക്കിത് മോശമായിട്ട് തോന്നിയ ആദ്യം ഏജന്റിൽ മാത്രം. അപ്പൊ ഏത് ഭാഷയാണെങ്കിലും അത് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് വേറെ ലെവൽ തന്നെയാണ്. സോ ഇത് 6 മിനിറ്റ് ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. ആള് ചെയ്തു വെച്ചേക്കുന്നത് നല്ല സൂപ്പർ വർക്കാണ് എന്തായാലും. സുബിൻ ELT-യിലെ എന്തായാലും ഭയങ്കര വർക്കായി പോയി. സുബിൻ ELT-നെ അല്ലത്, അത് ഇനി മറ്റേ സാധനം ചെയ്തിരുന്നു അല്ലല്ലോ? അതെ, ശരിയാണ്, സുബിൻ ELT. ഓക്കെ, അപ്പൊ നല്ല വർക്കാണ്, അടിപൊളി വർക്കാണ്. എന്തായാലും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പോയി സോറി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സിനിമയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റിൽ മറക്കാതെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മമ്മൂക്കയുടെ ഡയലോഗ്സ് ഏത് സിനിമയിലാണ് എന്നുകൂടി കമന്റിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിച്ചുകൊണ്ട് അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ ടാറ്റാ.